ഇരിക്കൂർ താലൂക്ക് ആശുപത്രിയുടെ കെട്ടിട നിർമ്മാണം പുരോഗമിക്കുന്നതിനിടയിൽ അടിഭാഗത്ത് വിള്ളൽ കണ്ടെത്തി. ഒന്നാം നിലയുടെ പടിഞ്ഞാറ് ഭാഗത്താണ് വിള്ളൽ. നിർമ്മാണത്തിലെ അപാകതയാണ് വിള്ളലിന് കാരണമെന്നാണ് ആരോപണം. നബാർഡ് അനുവദിച്ച 11.30 കോടി രൂപ ചെലവിൽ ഇരിക്കൂർ താലൂക്ക് ആശുപത്രിയുടെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നതിനിടയിലാണ് വിള്ളൽ വീണിരിക്കുന്നത്. ഒന്നാം നിലയുടെ പടിഞ്ഞാറ് ഭാഗത്താണ് ഫാർമസിയുടെ മുൻവശത്തായി 2 മീറ്ററിലധികം നീളത്തിൽ വിള്ളൽ കണ്ടത്. സംഭവം ആശുപത്രി ജീവനക്കാരും നാട്ടുകാരും അറിഞ്ഞ് വിഷയം സോഷ്യൽ മീഡിയയിൽ വൈറലായി. ഇതോടെ കരാറുകാർ വിള്ളൽ വീണ ഭാഗത്ത് പെട്ടെന്ന് മണ്ണ് നിറച്ച് ശ്രദ്ധ തിരിച്ചതായും പരാതി ഉയർന്നു. കരാറുകാരനെതിരെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം UP അബ്ദുൾ റഹ്മാനും യൂത്ത് ലീഗ് പ്രവർത്തകരും രംഗത്തെത്തി. മലയോര മേഖലയിലെ പ്രധാന കിടത്തി ചികിത്സാ കേന്ദ്രമാണ് ഇരിക്കൂർ താലൂക്ക് ആശുപത്രി. കഴിഞ്ഞ UDFന്റെ ഭരണകാലത്താണ് KC ജോസഫ് മന്ത്രിയായ സമയത്ത് കാഷ്വാലിറ്റിയോട് കൂടിയ 4 സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെ നിയമിച്ചുകൊണ്ട് താലൂക്ക് ആശുപത്രിയായി ഇത് ഉയർത്തിയത്. കഴിഞ്ഞ 10 വർഷമായി ഭരണം നടത്തി വരുന്ന LDF ഗവൺമെൻറ് അതിനുശേഷം കഴിഞ്ഞ 6 വർഷമായി നബാർഡിൻ്റെ പദ്ധതിയിൽ നിന്നും 11.5 കോടി രൂപയോളം ചെലവഴിച്ചുകൊണ്ട് താലൂക്ക് ആശുപത്രിക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള പ്രപ്പോസൽ തയ്യാറാക്കി ടെൻഡർ വിളിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ കരാറുകാരൻ പരിപൂർണമായും ഈ കാര്യത്തിൽ പരാജയമാണ്. വർക്ക് നീട്ടി കൊണ്ടുപോയി. ഇപ്പോൾ കാലവർഷം വന്നപ്പോൾ ഇവിടെ നമ്മൾ ഈ കാണുന്നത് പോലെ ബിൽഡിങ്ങിന് ബലക്ഷയം വന്നിരിക്കുകയാണ്. ബിൽഡിങ്ങിൻ്റെ ഒരു ഭാഗം എന്തായാലും പറയാം തകർന്നു കിടക്കുകയാണ്. വിള്ളൽ സംഭവിച്ചിട്ടുണ്ട്. ഇതിനെതിരെ കൃത്യമായ അന്വേഷണം ഉദ്യോഗസ്ഥ തലത്തിലും ഗവൺമെൻറ് തലത്തിലും ഉണ്ടാവണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മുസ്ലിം യൂത്ത് ലീഗ് ഈ വിഷയം ശ്രദ്ധിക്കുകയും ഉത്തരവാദപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറെയും അതുപോലെ തന്നെ മറ്റുള്ള അധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. തുടർന്ന് അതിനെ കൃത്യമായ കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഏതറ്റം വരെ പോയും മുസ്ലിം യൂത്ത് ലീഗ് ഇരിക്കൂർ പഞ്ചായത്ത് കമ്മിറ്റി സാധാരണക്കാരന് കിട്ടേണ്ടുന്ന ഈ നീതി, കാരണം ഒരുപാട് കാലത്തേക്ക് വേണ്ടുന്ന ഒരു ബിൽഡിംഗ് ആണ് ഇവിടെ എടുക്കുന്നത്. ആ ബിൽഡിങ്ങിന് ബലക്ഷയം സംഭവിച്ചാൽ അത് വരും തലമുറയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയായിരിക്കും. 4 നിലകളിലായാണ് കെട്ടിടം നിർമ്മിക്കുന്നതെങ്കിലും ബേസ്മെന്റും ഗ്രൗണ്ട് ഫ്ലോറുമാണ് ആദ്യഘട്ട പ്രവൃത്തിയിലുള്ളത്. സ്പെഷ്യാലിറ്റി OP, കാഷ്വാലിറ്റി, എക്സ്റേ, റിസപ്ഷൻ കൗണ്ടർ, വെയിറ്റിംഗ് ലോബി, ഫാർമസി, സ്റ്റോർ, സ്റ്റാഫ് നഴ്സ് ലോഞ്ച്, ഡ്രസ്സിംഗ് ആൻഡ് ഇഞ്ചക്ഷൻ റൂം, പോസ്റ്റർ റൂം, മെഡിസിൻ സ്റ്റോർ, നഴ്സ് സ്റ്റേഷൻ, ഡോക്ടേഴ്സ് ലോഞ്ച്, ടോയ്ലറ്റ് എന്നിവയാണ് പുതിയ കെട്ടിടത്തിലുണ്ടാവുക. രണ്ടാംഘട്ട നിർമ്മാണ പ്രവൃത്തികൾക്ക് ബ്ലോക്ക് പഞ്ചായത്ത് 25 കോടിയുടെ എസ്റ്റിമേറ്റ് നബാർഡിന് സമർപ്പിച്ചിട്ടുണ്ട്. 2024 ഫെബ്രുവരിയിൽ അന്നത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ശിലാസ്ഥാപനം നടത്തിയിരുന്നുവെങ്കിലും PWDയിൽ നിന്നും കെട്ടിടത്തിന്റെ രൂപരേഖ ലഭിക്കാത്തത് മൂലം 6 മാസം കഴിഞ്ഞാണ് പ്രവൃത്തി തുടങ്ങിയത്. കഴിഞ്ഞ കാലവർഷത്തിൽ ബ്ലോക്ക് ഓഫീസ് റോഡിൽ നിന്ന് നിർമ്മാണം നടക്കുന്ന ഭാഗത്തേക്ക് വെള്ളമൊഴുകിയതു കാരണം മാസങ്ങളോളം പ്രവൃത്തി നിർത്തിവെക്കുകയും ചെയ്തു. ഡിസംബറോടെ ഉദ്ഘാടനം നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് ബ്ലോക്ക് പഞ്ചായത്ത്. കെട്ടിടത്തിൽ വിള്ളൽ വീണ ഭാഗങ്ങൾ ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK സുലേഖയും B ഷംസുദ്ദീനും മറ്റുള്ളവരും പരിശോധിച്ച് റിപ്പോർട്ട് നൽകുമെന്നാണ് വിവരം. ന്യൂസ് ബ്യൂറോ, ഇരിക്കൂർ.